പ്രിയരെ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, ദൈവം നാം ആരോഗ്യമുള്ളവരായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ആരോഗ്യമുള്ളവരായി തീരുക എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയാണ് നമുക്ക് ആരോഗ്യമുള്ളവരായി തീരേണ്ടത്? ഒന്ന്, നമ്മുടെ മനസ്സിന്, പിന്നെ നമ്മുടെ ആത്മാവിന്, നമ്മുടെ ശരീരത്തിന് നല്ല സൗഖ്യമുള്ളവരായി തീരണം. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ വലിയൊരു ഇഷ്ടമാണ്, നമ്മൾ രോഗസൗഖ്യമുള്ളവരായിരിക്കുക എന്ന് വെച്ചാൽ. കാരണം നമ്മൾ ഈ ഭൂമിയിലേക്ക്, ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അനേകം മുറിവുകൾ നമ്മുടെ മനസ്സിനെ ഏൽക്കാറുണ്ട്. പല പല വിഷമങ്ങൾ നമ്മുടെ ഉള്ളിൽ മറന്നു പോകാത്ത പല ചിന്തകൾ നമ്മൾ വേട്ടയാടാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സെപ്പോഴും മുറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പല പല ന്യൂസുകളും പല ശബ്ദങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വീണ്ടും വീണ്ടും വിഷമങ്ങൾ സംഭവിക്കുകയാണ്. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ നല്ല ആരോഗ്യമുള്ളവരായി തീരുക, നിങ്ങൾ നല്ല ബലമുള്ളവരായി തീരുക. അപ്പോൾ ഇത് കർത്താവിൻ്റെ ഒരു വലിയ ഇഷ്ടമാണ്. അതിന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, മനുഷ്യന് പൂർണ്ണമായിട്ട് ഒരു സൗഖ്യമുള്ളവരായി തീരണമെന്ന് കർത്താവിൻ്റെ വലിയ ആഗ്രഹം. ഈ ആഗ്രഹം എങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്? നമ്മുടെ രക്ഷിതാവായും പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തുന്നവനെയും കണ്ടുമുട്ടുമ്പോഴാകുന്നു നമ്മുടെ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഈ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഈ കണ്ടുമുട്ടുന്നത് മുഖാന്തരം എന്താ സംഭവിക്കുന്നത്? ഇതിൻ്റെ ഫലമായി നമുക്കൊരു പുതുക്കപ്പെട്ട ഒരു ഹൃദയവും സ്വതന്ത്രമാക്കപ്പെട്ട ഒരു ആത്മാവയും ലഭിക്കുകയാണ്. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് എവിടെയാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്? ദൈവം എപ്പോഴും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ കേന്ദ്രത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. എന്താണ് ആ വ്യക്തിത്വം? അതായത് നമ്മുടെ ആത്മാവിലാണ്. അപ്പോൾ ദൈവം എപ്പോൾ പ്രവർത്തനം ആരംഭിച്ചാലും നമുക്ക് സൗഖ്യം തരുന്നത് നമ്മുടെ അകത്തെ മനുഷ്യനാണ്. അപ്പോൾ ഈ അകത്തെ മനുഷ്യന് സൗഖ്യം ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുക്രിസ്തു ആദ്യം നമ്മുടെ ആത്മാവിന് യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ സ്പർശിക്കാൻ തുടങ്ങും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ അകത്ത് സ്പർശിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് മാറ്റം വരാൻ പോവുക. എന്താണ് മാറ്റം എന്ന് പറയുന്നത്? ഇതിലൂടെ നമ്മുടെ ആത്മാവിന് വിടുവിക്കപ്പെടുകയും നമ്മുടെ പ്രാണൻ വീണ്ടെടുക്കപ്പെടുകയും ചെയ്യുകയാണ്. അപ്പം ദൈവം നമുക്കൊരു പുത്തൻ മാറ്റമാണ് നമുക്ക് നൽകി തരുന്നത്. പ്രിയരെ, ദൈവം നമ്മുടെ ആത്മാവിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും തിരിച്ചറിയണം. ഉദാഹരണത്തിന്, ചിലപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെ പറയാം? ചിലപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയുന്ന ആന്തരിക മനുഷ്യനെന്ന് പറയാം, ചിലപ്പോൾ വലിയ ഉള്ളിലുള്ള ഏറ്റവും വലിയ മനുഷ്യനെന്നും പറയാം. അപ്പോൾ ഇത് ഉള്ളിൽ നമ്മുടെ അകത്ത് പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവം രോഗസൗഖ്യം നമുക്ക് ആദ്യം നൽകി തരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അകത്താണ്. അകത്ത് സൗഖ്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനകത്തും നമുക്ക് വലിയ സമാധാനം, രോഗത്തിൽ നിന്ന് വിമുക്തമായി നല്ല ആരോഗ്യമുള്ളവരായി തീരാൻ സാധിക്കും. അപ്പം അതിനെക്കുറിച്ച് വചനം ഇങ്ങനെ പറയുന്നുണ്ട്. ഒന്ന്, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിനകത്ത് പറയുന്നു, 7-ാം അധ്യായം 37-38 വാക്യത്തിൽ പറയുന്നത്, ഉത്സവത്തിന് മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് പറഞ്ഞു. അപ്പോൾ യേശു നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവം? ദാഹം തീരും. അടുത്തൊരു കാര്യം പറഞ്ഞാൽ, നമുക്ക് ജീവജലത്തിൻ്റെ നദി നമ്മളിൽ നിന്നും ഒഴുകാൻ തുടങ്ങും. അപ്പം നമ്മുടെ അകത്തു നിന്നും ഇത് ഒഴുകുമ്പോഴാണ് നമുക്ക് അനേകർക്ക് ജീവൻ പകർന്നു കൊടുക്കാൻ സാധിക്കും. അപ്പം നമ്മൾ ആദ്യം സൗഖ്യം പ്രാപിച്ചാൽ മറ്റുള്ളവർക്കും അത് രോഗസൗഖ്യമാകാൻ സാധിക്കും. പ്രിയരെയും, ഈ ലോകം മൊത്തം മുറിവിനാൽ ജീവിക്കുന്ന ഒരു ലോകമാണ്. അപ്പോൾ ഈ മുറിവിനായി ജീവിക്കുന്ന ഈ ലോകത്തു നിന്നും നമുക്ക് സൗഖ്യം പ്രാപിച്ച് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ മുറിവ് നമുക്ക് കെട്ടുവാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ ഒരു ചെയിൻ വർക്കാണ് ശരിക്കും പറഞ്ഞാൽ. പ്രിയരെ, നിങ്ങൾക്ക് രോഗസൗഖ്യം ദൈവം നൽകി തരുന്നു. ആ സൗഖ്യം നിങ്ങൾ മറ്റുള്ളവർക്ക് സൗഖ്യം പറയുന്നു, യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ യേശു അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. യേശു കടന്നു വന്നു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിനകത്ത് വലിയ സ്വാതന്ത്ര്യം, വലിയ സന്തോഷവും സമാധാനവും രോഗസൗഖ്യവും എല്ലാം അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. നിങ്ങളെ പൂർണ്ണമായിട്ട് നല്ല സൗഖ്യമുള്ള ഒരു മനുഷ്യനായി ദൈവത്തിന് വേണം. അപ്പോൾ എന്താണത്? അതുകൊണ്ട് ആഗ്രഹിക്കുന്നതാണ് ജീവനും രോഗശമന ശക്തിയും നമ്മുടെ ആത്മാവിനും പ്രാണനും ശരീരത്തിനും വേണ്ടി നൽകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ആഗ്രഹമാണ് നിങ്ങൾ സൗഖ്യമാകണം. ഈ ഭൂമിയിൽ നിങ്ങൾ സൗഖ്യമുള്ളവരായി തീരണമെന്ന് ദൈവത്തിന് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഈ സൗഖ്യമായാൽ എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിൻ്റെ വരവെങ്കിൽ നമുക്ക് കുറ്റമറ്റവരായി കാണപ്പെടുന്നതിനായി ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ ചുളുക്കം വാട്ടം ഒന്നുമില്ലാതെ നല്ല വിശുദ്ധിയോടെ ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിതം പൂർത്തിയാക്കി ദൈവരാജ്യത്തിലേക്ക്, ദൈവത്തിൻ്റെ വരവെങ്കിൽ നിങ്ങൾ എടുക്കപ്പെടണമെന്ന് ദൈവത്തിൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ ഈ ആഗ്രഹം ദൈവത്തിനുള്ളത് കൊണ്ട് പ്രിയരെ, ദൈവത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിശ്ചയമായി രോഗസൗഖ്യം ദൈവം നിങ്ങൾക്ക് നൽകും.
ഒരുക്കി തന്നിരിക്കും. കാരണം ഇത് ദൈവത്തിൻ്റെ ഒരു പ്രോസസ്സിങ്ങാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാവിൽ ബലമുള്ളവരായി തീരണം, മനസ്സിൽ ശക്തിയുള്ളവരായി തീരണം, ശരീരത്തിൻ്റെ അകത്തും നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ളവരായി തീരണം. ഈ 3 മേഖലയ്ക്കകത്തും നിങ്ങൾ ആരോഗ്യമുള്ളവരായി തീരണമെന്ന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അതിനുവേണ്ടി നമ്മുടെ കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി ഇന്ന് വിശ്വസിക്കുന്നവരുടെ ഉള്ളിലേക്ക് കർത്താവ് വന്ന് വസിക്കുന്നു. അപ്പോൾ ഈ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞ് കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ നടക്കും. യേശു നിങ്ങളുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ സൗഖ്യമാക്കപ്പെടും. നിങ്ങൾ സൗഖ്യമാക്കി കഴിഞ്ഞാൽ നിങ്ങൾ സ്വാതന്ത്ര്യമുള്ളവരായിത്തീരും, നിങ്ങൾ സന്തോഷമുള്ളവരായിത്തീരും, നിങ്ങൾ നല്ല ബലമുള്ളവരായിത്തീരും. നിങ്ങൾക്ക് ബലമുണ്ടായാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന ജീവജലത്തിൽ നദികൾ മറ്റുള്ളവരുടെ മേലും ഒഴുകാൻ തുടങ്ങും. അപ്പോൾ അനേകർക്ക് സൗഖ്യമുണ്ടാകും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിങ് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ക്രിസ്തുവിലേക്ക് സമർപ്പിക്കുക. നിങ്ങൾക്ക് ഏത് രോഗമുണ്ടെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ രോഗം സൗഖ്യമാവും. അപ്പോൾ നിങ്ങൾക്ക് മാനസിക രോഗമായിരിക്കാം, ഇമോഷൻ വിഷമമായിരിക്കാം, പല രോഗങ്ങളായിരിക്കാം, ക്യാൻസർ പോലെ രോഗങ്ങളായിരിക്കാം, ഷുഗറായിരിക്കാം, എന്ത് രോഗവുമായിക്കോട്ടെ. പക്ഷേ യേശു നിങ്ങൾക്ക് രോഗം മാറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിശ്ചയമായി നിങ്ങളുടെ എല്ലാ രോഗങ്ങളെയും യേശു സൗഖ്യമാക്കിയിരിക്കും. ഇത് സൗഖ്യമാക്കി കഴിഞ്ഞാൽ യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ വരികയും നിങ്ങൾ ദൈവത്തെ രുചിച്ചറിയാനുള്ള ദിവസം ആരംഭിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് നിങ്ങളും ലയിച്ച് ചേരുക. കാരണം ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ? നിങ്ങളെല്ലാവരും രോഗസൗഖ്യമുള്ളവരായി തീർന്ന നല്ല ആരോഗ്യത്തോടെ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് ചെല്ലണം എന്ന് ദൈവത്തിൻ്റെ വലിയ സ്വപ്നമാണ്. ആ ദൈവത്തിൻ്റെ സ്വപ്നത്തിനോട് കൂടെ നമുക്ക് ജീവിക്കാൻ പ്രിയരെ. അങ്ങനെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സൗഖ്യം ഉണ്ടാകട്ടെ. ദൈവനാമം കൊടുക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ